വിഷമമൊന്നുമില്ല. വീട്ടിലെ കാര്യം ഓർക്കുമ്പോഴാ ഞാൻ വക്കീലായി കാണണമെന്ന് ചേട്ടന് വലിയ ആഗ്രഹമായിരുന്നു. ചേട്ടൻ എൻ്റെ പപ്പയാട്ടോ. മദർ വരുന്നു. എന്നോട് സംസാരിക്കുന്നോണ്ട് നിനക്കിനി ഒരു പ്രശ്നം ഉണ്ടാവണ്ട. പൊയ്ക്കോ. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട ഓർക്കണം. പപ്പേൻ്റെ വീട്ടിലെത്തി. പപ്പയ്ക്ക് തോന്നുന്നതാ. പ്രിൻസിപ്പൾ എല്ലാ വിവരവും അറിയിച്ചു. എനിക്ക് സന്തോഷമായി. നീ വക്കീലായി വരുന്നത് കാണാൻ കാത്തിരുന്ന ഈ ഏട്ടന്റെ മുഖം നീ സഫലമാക്കിയല്ലേ? ഞാൻ നിരപരാധിയാ. എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം പഠിപ്പിക്കാൻ വിട്ടപ്പോഴേ ഞാൻ പറഞ്ഞിരുന്ന കിട്ടുന്നോണ്ട് എനിക്ക് മക്കൾക്ക് കഴിയുന്നില്ല. അപ്പൊ വക്കീലാക്കണമെന്ന് ചേട്ടന്റെ മോഹം. നിവൃത്തിയുണ്ടായിട്ടല്ലേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ എങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കും? ബോർഡർ എഴുതിക്കാനായിരുന്നില്ല ധൃതി. എന്നിട്ടിപ്പോ എന്തായി? അഡ്വക്കറ്റ് മായാദേവി. ഇനി അത് വാങ്ങി മുഖം മറച്ച് നടക്ക്. മാസം 500 മിച്ചം പിടിക്കുന്ന വിഷമം എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. മോഷണം മാത്രമേ ഉള്ളെന്ന് ആര് കണ്ടു? മറ്റു വല്ല തൊഴിലും കൂടി ചേട്ടത്തി. ഇനി ഒരിക്കലും ഞാൻ ആർക്കും ഒരു ശല്യമായില്ല. എന്നാലും ചേട്ടത്തി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നല്ല സങ്കടം ഉണ്ട് കേട്ടോ. മോൾ ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. മോള് വിഷമിക്കാണ്ട് അത് തന്നെ.